ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയുടെ റെസിപ്പി പറയാമേ. ആദ്യം അടുപ്പ് ചട്ടി വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കണേ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഇതേപോലെ കടുക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിക്കുക. അങ്ങനെ കടുക് പൊട്ടുന്നത് നോക്കി നിൽക്കാതെ പെട്ടെന്ന് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇതുപോലെ ഒന്ന് ഗുളികളാന്നായി വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവാള വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ. ഇത്രയും സവാള ഒന്ന് ചേർത്ത് കൊടുക്കണം. ആ സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റുക കേട്ടോ. സവാള എണ്ണയ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത ശേഷം നമുക്ക് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള നമ്മുടെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാവേ. വെണ്ടയ്ക്ക ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഗരം മസാല പൊടിയാണ് കേട്ടോ. കുറച്ച് ഗരം മസാല, നമ്മൾ പൊടിച്ച ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് നമ്മൾ വെണ്ടയ്ക്കകത്ത് ഗരം മസാലയും ഈ ഒരു കുരുമുളകും ഒക്കെ നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ ഇതേപോലെ കുറച്ച് തക്കാളിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറുന്ന വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക എണ്ണയിലിട്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം നല്ല കട്ട തൈര് ഇതുപോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. നോക്കി കാണുമ്പോൾ തന്നെ നല്ല കളർഫുൾ അല്ലേ? വെള്ള, പച്ച, ചുമപ്പ് എല്ലാ കളറും ഉണ്ട് ഇതിനകത്ത്. കാണുന്ന പോലെ തന്നെ നല്ല രുചിയാണ് കേട്ടോ ഇത് കഴിക്കാനും. ചോറിൻ്റെ കൂടെ നല്ലപോലെ അങ്ങോട്ട് ഒഴിച്ച് കഴിച്ച് നോക്കിക്കേ.